എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട് കൊല്ലത്താണ്. എൻ്റെ പേര് ഷീല. ഞാൻ ടൈലറിംഗ് ക്ലാസ് തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് ഷീല ടൈലറിംഗ് ക്ലാസ് എന്നാണ്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും വർഷങ്ങളായി എടുത്തു കൊടുക്കുന്നുണ്ട്. വരുന്ന വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ്സിനെ കുറിച്ചും മെഷീനാണെങ്കിൽ 3-4 തരം മെഷീനുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ എംബ്രോയിഡറിക്കുള്ള ലോക്ക് ചെയ്യാനുള്ള എല്ലാം 5 തരം മെഷീനോളം ഉണ്ട് കുറഞ്ഞത്. അപ്പോൾ ആ മെഷീനെ കുറിച്ച് പരിചയപ്പെടാം. പിന്നെ ടൈലറിംഗ് ക്ലാസ്സിന് എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ. ക്ലാസ്സിൽ വേണ്ട സാധനങ്ങളുടെ പേര് ഞാൻ പറയാം. ഒന്നാമത് നമുക്ക് വേണ്ടത് ടേപ്പാണ്. ടേപ്പ് നമുക്ക് മെഷർമെൻ്റ് എടുക്കാനായിട്ട് ടേപ്പ് അത്യാവശ്യം വേണം. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. നമ്മൾ നൂലൊക്കെ വാങ്ങിക്കുന്ന എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടും. ടേപ്പ് വേണം. ടേപ്പ് നമുക്ക് മെഷർമെൻ്റ് എടുക്കാനും ഇവിടെയാണ് സെൻറ്റിമീറ്ററും ഇഞ്ചും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇഞ്ച് മാത്രമേ ഉള്ളൂ. ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇഞ്ചിലാണ് എടുക്കുന്നത്. നമ്മൾ തുണി അളക്കാനൊക്കെ സെൻറ്റിമീറ്റർ ഉപയോഗിക്കും. ഈ ഒരു ടേപ്പിൻ്റെ നീളം 1.5 മീറ്ററാണ്. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ടേപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കത്രിക വേണം. കത്രിക വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്, പല രീതിയിലുണ്ട്. ഇത് 10 ഇഞ്ചിൻ്റെ ആണ്. 12 ഇഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് 10 ഇഞ്ചിൻ്റെ ആണ്. ഇത് ഞാൻ പേപ്പറും ക്യാൻവാസൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ കത്രിക ഉപയോഗിക്കുന്നത്. ഇത് തുണി കട്ട് ചെയ്യാനായിട്ട് 12 ഇഞ്ചിൻ്റെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് റിമ്മറാണ്. റിമ്മർ എന്ന് പറയുമ്പോൾ നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ട്, പെട്ടെന്ന് നൂലൊക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് കട്ട് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മാറ്റി വെക്കാം. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യമാണ് റിമൂവ് ചെയ്യാൻ. നൂല് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അഴിക്കാനൊക്കെ ഇത് ആവശ്യമാണ് കേട്ടോ. പിന്നെ ബുക്ക് വേണം. അത്യാവശ്യമായിട്ട് ബുക്ക് വേണം, പേന വേണം. നോട്ട്സ് എഴുതി വെക്കണം. പടം വരയ്ക്കാനുണ്ടാവും. എല്ലാം ഞാൻ ബോർഡിൽ വരച്ചു തരും. നിങ്ങളതെല്ലാം എഴുതിയെടുക്കണം ഓരോ ക്ലാസ്സിൻ്റെ. പിന്നെ തുണിയിൽ വരയ്ക്കാൻ ചോക്ക് വേണം. ചോക്ക് നമുക്ക് പല കളറിൽ കിട്ടും കേട്ടോ. ഓക്കെ. പിന്നെ ഇങ്ങനെ സ്കെയിൽ കിട്ടും. എൽ ഷേപ്പിലെ സ്കെയിലുണ്ട്, സ്ട്രെയിറ്റ് സ്കെയിലുണ്ട്. പിന്നെ ഈ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഷേപ്പ് എടുക്കുന്ന ഈ ഷേപ്പ് സ്കെയിൽ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആം ഹോൾ കർവുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് ഞാനിപ്പോൾ ഇറങ്ങിയ ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് നെക്കും ആം ഹോളും ഷേപ്പൊക്കെ എടുക്കാം. അത് ഇപ്പം വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടത് ഇത് രണ്ടും ടേപ്പുമാണ് അത്യാവശ്യം വേണ്ടത്. ഈ സ്ട്രെയിറ്റ് സ്കെയിലും ആം ഹോൾ കർവും, പിന്നെ ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത്, ബുക്കും പേനയും, ചോക്ക്, കത്രിക, ടേപ്പ്. പിന്നെ കാൽക്കുലേറ്റർ വേണം. കാൽക്കുലേറ്റർ നമ്മൾ ഒരു സംഖ്യയ്ക്ക് ഒരു വലിയ ഇപ്പം 30 ഇഞ്ചുണ്ടെങ്കിൽ 30ൻ്റെ 4 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്കെടുക്കാം. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോണിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ കണക്കൂട്ടിയും പറയാം. ഇപ്പം എങ്ങനെയാലും അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ തുണി വേണം. കട്ട് ചെയ്യാനായിട്ട് തുണി വേണം. അതുപോലെ തന്നെ നൂല് വേണം. പല കളറിലുള്ള നൂല് വേണം. നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ ആ തുണിയുടെ കളർ വേണം നൂലെടുക്കാനായിട്ട്. പിന്നെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് വേണം.
ഞാൻ പേപ്പർ ക്യാൻവാസ് വേണം നെക്ക് കേട്ടോ. ക്യാൻവാസ് എടുത്ത് വെച്ചില്ലായിരുന്നു, ഞാൻ എടുക്കാൻ പോയതാ കേട്ടോ. പേപ്പർ ക്യാൻവാസ് വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ പേപ്പർ ക്യാൻവാസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നെക്ക് കട്ട് ചെയ്തിട്ട് തുണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ, അതില്ലെങ്കിൽ തുണി മാത്രം ചെയ്യാം. ആദ്യത്തെ ക്ലാസ്സൊക്കെ അങ്ങനെ പോവും. പിന്നീട് നമ്മൾ ഇങ്ങനെ പേപ്പർ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് തുണി ഐറ്റംസിൽ വേണ്ടതും സ്റ്റിച്ചിങ്ങിൽ വേണ്ടതും കാര്യങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തുണി നമ്മളൊരു കടയിൽ നിന്ന് ഇപ്പം 1-2 മീറ്റർ നമ്മൾ തുണി വാങ്ങിച്ചെന്ന് വെച്ചോ. നമ്മൾ അത് മടക്കി ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ തുണി വാങ്ങിച്ച് ഇത് നമ്മൾ തുണി നേരെ പിടിച്ചിരിക്കുന്ന വീതി ഭാഗം, ഈ കട്ട് ചെയ്ത ഭാഗത്താണ് വീതി എന്ന് പറയുന്നത്. ഇതിനെയാണ് വീതി എന്നത്, തുണിയുടെ വീതി. ഇതിനെ നമ്മൾ നേരെ 2ആയിട്ട് മടക്കിയിട്ട് 2 ഭാഗമാകും. ഇതിനെ 2ആയിട്ട് മടക്കി ഇതിനെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ 4ആയിട്ട് മടക്കും. അപ്പോൾ ഈ 4 ഇങ്ങനെയാണ് നമ്മൾ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ ബാക്കും ഫ്രണ്ടുമായിട്ട് കേട്ടോ. ഇത് 2 പീസുണ്ട്, ഇത് 2 പീസുണ്ട്, ഇത് 2 പീസ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ തുണി മടക്കിയിട്ടതിന് ശേഷം 4ൽ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുരി ബോട്ടവും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ തുണിയെ 2ആയിട്ട് മടക്കും. നമ്മൾ ടോപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ 4ആയിട്ട് മടക്കി, അതായത് ഇങ്ങനെ മടക്കി ഇത് 2ആയിട്ട് മടക്കി പിന്നെ അതിനെ നേരെ കറക്റ്റ് ആക്കിയതിന് ശേഷം ചുളിവൊന്നും ഇല്ലാതെ മേശപ്പുറത്ത് നല്ല രീതിയിൽ മടക്കിയിടും. ഇതിനെ 4ആയിട്ട് മടക്കുമ്പോഴാണ് നമ്മളൊരു ടോപ്പ് മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്യുമ്പോഴാണ് ടോപ്പിന്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടും. ഓക്കെ, ചുരി ബോട്ടം കട്ട് ചെയ്യാൻ നേരം നമ്മൾ അതേപോലെ തന്നെ അമ്പർലയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് 2ആയിട്ട് മടക്കും. നേരെ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കോണോട് കോണിടും കേട്ടോ. ഇങ്ങനെയാണ് ചുരി ബോട്ടോ അമ്പർല ടോപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉപയോഗങ്ങളും എല്ലാം പറഞ്ഞു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഷീനെ കുറിച്ച് പറയാം. മെഷീനെ കുറിച്ച് ഇത് സാധാ മെഷീനാണ് കേട്ടോ, മെറിറ്റാണ് ഈ മെഷീൻ, സാധാ മെഷീനാണ്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആദ്യമേ ഉള്ള മെഷീനാണ് ഇപ്പം മെറിറ്റ്, സാധാ ചെറിയ മെഷീൻ എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്പർല മെഷീൻ കാണാം. ഇത് അമ്പർല മെഷീനാണ്. ഇതിൻ്റെ നൂലിടുന്നത് ഇത്തിരി വ്യത്യാസമുണ്ട്. സാധാ മെഷീനേക്കാളും ഇതിനകത്ത് നൂലിടുമ്പോൾ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇത് അമ്പർല മെഷീനാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഏതാ മെഷീൻ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലാസ്സിൽ കേട്ടോ. ഇത് പവർ മെഷീനാണ് കേട്ടോ. ഇത് നമ്മുടെ പവർ മെഷീനാണ്, ഇപ്പോഴത്തെ അറിയാമല്ലോ എല്ലാവർക്കും. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏതാ മെഷീൻ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് പവർ മെഷീൻ. മനസ്സിലായല്ലോ? മെഷീനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്കുള്ളത് എംബ്രോയ്ഡറി മെഷീനാണ് കേട്ടോ. എംബ്രോയ്ഡറി മെഷീൻ ഇത് ലോക്ക് മെഷീനാണ് കേട്ടോ. ഇത് ലോക്ക് മെഷീൻ കാണുന്നോ? ഇതാണ് ലോക്ക് മെഷീൻ, കാണുന്നില്ലല്ലേ? ഇതാണ് ലോക്ക് മെഷീൻ കേട്ടോ. ഇനി ഒരു മെഷീൻ കൊണ്ട് ടേബിൾ മാറ്റ് മെഷീൻ.
ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ സാധനങ്ങളുടെ വേണ്ടുന്ന ലിസ്റ്റുകൾ ഞാൻ പറഞ്ഞു. കാണിച്ച് മെഷീനെ കുറിച്ച് പറഞ്ഞു തന്നു. തുണിയുടെ കാര്യം പറഞ്ഞു. തുണിയൊക്കെ പല രീതിയിലുണ്ട്. ഇപ്പം നമുക്ക് എല്ലാവരും ക്ലാസ്സിൽ ചേർന്ന് അതാത് വിഷയം നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചിലപ്പോൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ.